നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ നായരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നീതി വിനോദാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ നായരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ഉണ്ട്. നമസ്കാരം നീതു. തീരദേശ മേഖലയായതിനാൽ തന്നെ കൂടുതൽ മത്സ്യത്തൊഴിലാളികളാണ് പഞ്ചായത്തിലുള്ളത്. നമുക്ക് അവരിൽ നിന്ന് തന്നെ തുടങ്ങാം. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതുവരെ എത്രത്തോളം താങ്കൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചു? മത്സ്യത്തൊഴിലാളികൾക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വഞ്ചി ഒക്കെയാണ്. അവർക്ക് അത് നമ്മൾ പൂർണ്ണമായിട്ടും വഞ്ചി ഒരു മിക്കവർക്കും കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ്, മേശ, കസേര എന്നീ പ്രൊജക്ടുകളെല്ലാം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഏറ്റവും കടൽപ്പുറം ആയതുകൊണ്ട് തന്നെ കടൽ വെള്ളം കയറുന്നതിന് അതിരൂക്ഷമായ ഒരു പ്രദേശമാണ്. അപ്പോ നമുക്ക് ചെല്ലാനം മോഡലുള്ള ടെട്രോ പാഡുകളാണ് ഏറ്റവും അനിവാര്യമെങ്കിലും അത് നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് മണൽവാടയാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് എല്ലാ വർഷവും ഫണ്ട് ലഭ്യമാകുന്നുണ്ടെങ്കിൽ നമുക്കത് ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എടുത്താണ് നമ്മൾ മണൽവാട വെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ മഴക്കാലത്താണ് ഇവിടെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി ബാധിക്കുന്ന ഒരു സ്ഥലമായി മാറുന്നത്. ഈ മഴക്കാലങ്ങളിലും ഇവർക്ക് ആയിട്ടുള്ള ഇവരുടെ സുരക്ഷയൊരുക്കാൻ വേണ്ടിയുള്ള പദ്ധതികളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? നമുക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് അവർ എപ്പോഴും പറയുന്നത് ശാശ്വത പരിഹാരം അല്ലെങ്കിലും മണൽവാടയാണ് വെക്കുന്നത്. 2.5 കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന ഈ മണൽവാട നമ്മൾ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. അതില് നമ്മള് പുലിമുട്ടുകളൊക്കെ ആണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ജിയോ ട്യൂബുകൾ വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ വേലിയേറ്റ സമയത്ത് വെള്ളം പോകുന്നതിന് നേരത്തെ നെടുങ്ങാട് കരയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ പാലം പണിതിട്ടുണ്ടായിരുന്നു. പുതിയ പാലം പണിതപ്പോൾ ആ വലിയൊരു കായലിനെയാണ് നമ്മൾ ചെറുതാക്കിക്കൊണ്ട് അവിടെ ഒരു പഴയ പാലം പണിതുകൊണ്ടിരുന്നത്. ആ പാലം പൊളിച്ചു നീക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നീരൊഴുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ആ പഴയ പാലം, പള്ളിപ്പാലം നമ്മൾ പൊളിച്ചു മാറ്റിയ കൂടി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത്. ഇതിൽ ഈ ലൈഫ് PMAY പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വീടുകൾ എത്തിക്കാൻ ഈ പഞ്ചായത്തിന് എത്രത്തോളം ആയിട്ടുണ്ട്? തീർച്ചയായിട്ടും അപേക്ഷ വെച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ ഫണ്ട് വെച്ച് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 200 ചില്ലാനോളം വീടുകൾ ഇപ്പൊ പണി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. താക്കോൽ കൈമാറിയിട്ടുണ്ട്. എല്ലാ വീടുകൾക്കും തന്നെ അപേക്ഷ വെച്ചിരിക്കുന്ന ഒരു മിക്ക വീടുകൾക്കും തന്നെ എഗ്രിമെന്റ് ഉൾപ്പെടെ കാലാവധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ സംസ്ഥാനം വലിയൊരു വേനലിനെ അതിജീവിക്കാനുള്ള ഒരു കടുത്തൊരു പ്രയത്നത്തിലേക്ക് എത്തുകയാണ്. വലിയ രീതിയിലുള്ള ജലലഭ്യത കുറവെല്ലാം തന്നെ നേരിടുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ ഈ കുടിവെള്ളം, ശുദ്ധജലം അടക്കമുള്ള കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ജൽജീവൻ പദ്ധതി പ്രകാരമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? ജലജീവൻ പദ്ധതി പ്രകാരം 100% എല്ലാ വീടുകൾക്കും തന്നെ നമ്മള് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ പൈപ്പ് ലൈനുകൾ പൊട്ടി ജലലഭ്യത ഉള്ളത് കൊണ്ട് തന്നെ പുതിയ പൈപ്പ് ലൈനുകളൊക്കെ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും നമ്മൾ 20 ലക്ഷം 25 ലക്ഷം രൂപ മുടക്കി പദ്ധതികൾ വെച്ചിട്ടാണ് നമ്മളിപ്പോ ഓരോ വാർഡുകളെയും പഴയ പൈപ്പുകളെല്ലാം മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുജലാശയങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കുന്ന പ്രവർത്തനം ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? നമുക്ക് പഴയ കുളങ്ങള്, കിണറുകളെല്ലാം ശുദ്ധീകരിച്ച് നെറ്റൊക്കെ ഇട്ട് നമ്മൾ അത് ഉപയോഗയോഗ്യമായിട്ടുള്ള രീതിയിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്യാവശ്യം കുടിവെള്ളം ഇല്ലെങ്കിൽ തന്നെ ഇതിൽ നിന്ന് ഉപയോഗിക്കാവുന്ന രീതിയിലോട്ടാണ് നമ്മൾ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മാലിന്യം. ഈ കുടിവെള്ളത്തിലടക്കം അല്ലെങ്കിൽ പൊതുജലാശയങ്ങളിലടക്കം തന്നെ മാലിന്യം
മാലിന്യം കലരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. അത്തരത്തിൽ ഈ പൊതുജലാശയ സംരക്ഷണത്തിൽ ഈ മാലിന്യങ്ങൾ കുടിവെള്ളങ്ങളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും എല്ലാം തന്നെ മാലിന്യം നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത് അതിനുവേണ്ടി പ്രത്യേകമായി ഓരോ പ്രൊജക്റ്റ് വെച്ച് ആളുകളെ വെച്ച് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന മാലിന്യ സൗകര്യങ്ങളിൽ സംസ്കരണവുമായി നമുക്ക് പറഞ്ഞോളൂ. അല്ല, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹരിതകർമ്മസേനയുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് 2 ഈ ഓട്ടോകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അതുകൂടാതെ വാർഡുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്തുവണ്ടി കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന യൂണിഫോം, കയ്യുറകൾ, ബാക്കി എല്ലാ ഗ്ലൗസുകള്, ഇപ്പോ നമ്മള് വേനലായതുകൊണ്ട് അവർക്ക് അതിനുവേണ്ടി സൺസ്ക്രീൻ, മറ്റ് ഗ്ലൗസുകൾ ഇതെല്ലാം കൊടുത്ത് അവരെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹരിതകർമ്മ നമുക്ക് MCF സേനാംഗങ്ങൾക്കായി ഉണ്ട്. 2 ഈ വാഹനങ്ങൾ അടക്കം തന്നെ നൽകി വരുന്നുണ്ടല്ലേ? അതെ, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ്? ഈ ഓട്ടോ നമുക്ക് ഹരിതകർമ്മസേന അംഗങ്ങൾ തന്നെയാണ് ആ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് അതിന് സ്ത്രീകളായിട്ടുള്ള ട്രെയിനിങ് വനിതകൾ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നത് വനിതകൾ അല്ലേ? തന്നെയാണ്. അതെ അതെ അതെ. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് MCFകൾ, ബയോബിന്നുകൾ തുടങ്ങിയവയെല്ലാം തന്നെ സ്ഥാപിക്കുന്നതും വീടുകളിൽ അടക്കം തന്നെ ബയോബിന്നുകൾ കൊടുക്കുന്നതുമായുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? ബൊക്കാഷി ബക്കറ്റാണ് നമ്മള് മാലിന്യം ഇതിനു വേണ്ടി വീടുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ നമ്മൾ ഓരോ പദ്ധതിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യമായിട്ട് ഒരുമിക്ക വീടുകളിൽ തന്നെ ബയോബിന്നുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായും മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും വലിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെയാണ് കൊണ്ടുവരാൻ സാധിക്കട്ടെ. തുടർന്നുള്ള വർഷങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് റോഡുകളുടെ വികസനം. നല്ല രീതിയിലുള്ള റോഡുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ ഇതുവരെ? ഉണ്ട്. ഒരുവിധം മിക്കവാറും നമ്മുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് റോഡുകളുടെ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾക്കൊപ്പം തന്നെ ഈ വഴിവിളക്കുകളും ക്യാമറ സ്ഥാപിക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വഴിവിളക്കുകളും ക്യാമറകളൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ CSR ഫണ്ട് ഉപയോഗിച്ച് പല സ്ഥലത്തു നിന്നും ക്യാമറ വെക്കുന്നതിനുള്ള ഫണ്ടുകളൊക്കെ നമ്മൾ ചോദിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഒരു പ്രദേശമാണോ ഇവിടെ? ആണെങ്കിൽ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? നമുക്ക് പടിഞ്ഞാറ് ബീച്ച് ഉണ്ട്, വെളിത്താമ്പറമ്പ് ബീച്ച് എന്ന് പറയും. അവിടെയും ടൂറിസവുമായി ബന്ധപ്പെട്ട് നെടുങ്ങാട് ബോട്ട് ജെട്ടി ഉണ്ട്. ബോട്ട് ജെട്ടിയും കായൽ പ്രദേശം നമ്മൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നൽകി വരുന്ന തീരദേശ മേഖലയാണ്. എങ്കിൽ പോലും തന്നെ കൃഷിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണോ? അത്തരത്തിൽ ഈ കർഷകർക്കായിട്ടുള്ള ഈ ക്ഷീര വികസന മേഖലയിൽ അടക്കം തന്നെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? നമുക്കിവിടെ കൂടുതലായിട്ടും പൊക്കാളി കൃഷിയാണ്. പൊക്കാളി കൃഷിക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫണ്ട് വെച്ച് പൊക്കാളി കർഷകരെ സഹായിക്കുന്ന പല പദ്ധതികളും നമുക്കുണ്ട്. കൂടാതെ ക്ഷീര കർഷകർക്കും കൊടുക്കുന്നുണ്ട്. നമ്മള് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഇപ്പോ വീടുകളിൽ പച്ചക്കറിക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് പച്ചക്കറി തൈകളും കൂടാതെ അതിനുപയോഗിക്കുന്ന വളങ്ങളും എല്ലാം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീര കർഷകർക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവർക്ക് ഈ സബ്സിഡികൾ അടക്കം ഈ കർഷകർക്കായിട്ടാണെങ്കിലും തന്നെ ഈ സബ്സിഡികളെല്ലാം തന്നെ നടത്തി വരുന്നുണ്ടോ? അതെ, സബ്സിഡികളെല്ലാം ക്ഷീരകർഷകർക്ക് എല്ലാം ഉണ്ട്. മിടുക്കി കാലിത്തീറ്റ എന്നും പറഞ്ഞ് പാലിന് സബ്സിഡി, ക്ഷീരകർഷകർക്കുള്ള മറ്റേ പശുവിനുള്ള തീറ്റപ്പുല്ലിനുള്ളതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവർക്ക് സബ്സിഡിയോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പോത്തുകുട്ടി വിതരണം, ഈ മുട്ടക്കോഴി വിതരണം എല്ലാം തന്നെ ഇതിൽ പെടുമായിരിക്കും? തീർച്ചയായിട്ടും പോത്തൻകുട്ടി വിതരണം ഇതെല്ലാം നമ്മൾ അധികം വെച്ചിട്ട് ഇപ്പൊ ആളെ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. കാരണം അത് നല്ല രീതിയിൽ തന്നെ ആ പ്രൊജക്ടുകളെല്ലാം എല്ലാവർക്കും കിട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. വനിതാ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വനിതകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി തന്നെ മുട്ടക്കോഴി വിതരണമായാലും ആട്ടുംകുട്ടി വിതരണമായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം 100% പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് കർഷകർ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ വന്യജീവി ആക്രമണം. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു പഞ്ചായത്ത് നേരിടുന്നുണ്ടോ?
വന്യജീവി പ്രവർത്തനം അത്രയ്ക്ക് രീതിയിലില്ല. എന്നാലും ചെറുതായിട്ട് വരുന്ന ആ, പ്രശ്നങ്ങളെല്ലാം നമ്മളത് പരിഹരിച്ചു കൊടുക്കാറുമുണ്ട്, കൃഷിഭവനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഈ പന്നിയുടെ ആക്രമണം എല്ലാം തന്നെ ഇതിൽ പെടുമോ? അതൊന്നുമില്ല, അതൊന്നുമില്ല. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ. കർഷകർക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടർന്നും നൽകുക. ഒപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു. ഒപ്പം തന്നെ ഈ ബയോബിനുകളും ഈ MCFകൾ അടക്കം സ്ഥാപിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആരോഗ്യ രംഗത്തേക്ക് കടന്നാൽ എന്തൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത്? നമുക്ക് 3 സ്ഥലത്തായിട്ടാണ് ആരോഗ്യ മേഖല നിൽക്കുന്നത്. കിഴക്ക് നെടുങ്ങാടാണ് നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി ഉള്ളത്. നടുക്കായിട്ട് നമുക്ക് ആയുർവേദ ഹോസ്പിറ്റല്, പടിഞ്ഞാറ് കടപ്പുറത്താണ് നമ്മുടെ PHC ഉള്ളത്. 3 നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോവുകയാണ്. 100% തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ആയുർവേദ ആശുപത്രി 200 ചില്ലാനം OP ടിക്കറ്റാണ് അവിടെ ഒരു ദിവസം നമുക്ക് കേൾക്കുന്നത്. IP ബോർഡ് നല്ല രീതിയിൽ പുതിയതായി പണിതൊരു കെട്ടിടവും നല്ല രീതിയിൽ തന്നെ അവിടെ 5 ഡോക്ടേഴ്സാണ് ഉള്ളത്. ചീഫ് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള 2 മെഡിക്കൽ ഓഫീസേഴ്സും, ഒരു ചീഫ് മെഡിക്കൽ ഓഫീസേഴ്സും, 2 ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം ആയുർവേദ ആശുപത്രിയിലുണ്ട്. മികച്ച ചികിത്സ നൽകുമ്പോൾ തന്നെ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പാലിയേറ്റീവ് 100% തന്നെയാണ്. കാരണം അതിനൊരു നേഴ്സും നമുക്കൊരു വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ആശാവർക്കർമാരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരവിടെ പോയി ഡെയിലി ഓരോ ആവശ്യങ്ങൾക്കും ചെന്ന് നമ്മൾ ഏത് അത്യാവശ്യത്തിനും പാലിയേറ്റീവ് നേഴ്സിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് രാത്രി അവർ പോയി അവിടെ ചെന്ന് നോക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയുടെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെയും എല്ലാം തന്നെ ഭാഗമായി വയോജനങ്ങളുണ്ട്. ഇവർക്കായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഈ ആരോഗ്യ മേഖലയിലാണെങ്കിൽ തന്നെ അതല്ലാതെ ഈ വയോജനങ്ങൾക്കായി ഈ കട്ടിൽ വിതരണം, അവർക്കായിട്ടുള്ള പോഷകാഹാര വിതരണം തുടങ്ങിയ പദ്ധതികളെല്ലാം തന്നെ പല പഞ്ചായത്തുകളും നടപ്പിലാക്കി വരുന്നുണ്ട്. അത്തരത്തിൽ ഈ പഞ്ചായത്തിന്റെ, നായരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും വയോജനങ്ങളുടെ ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വയോജനങ്ങൾക്ക് നമുക്ക് കട്ടിൽ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ വൈസ് ആയുർവേദ ആശുപത്രിയിൽ നിന്നാണെങ്കിലും PHC നിന്നാണെങ്കിലും ഫ്രീ ആയിട്ട് മരുന്നുകളെല്ലാം നമ്മൾ അവിടെ നിന്ന് വിതരണം നടത്തുന്നുണ്ട്. ഹോമിയോ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും നമ്മൾ അതിനുവേണ്ടി തന്നെ 25 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ആയുർവേദ ഹോസ്പിറ്റലിൽ മാത്രം 25 ലക്ഷം രൂപയുടെ മരുന്ന് പദ്ധതികളാണ് നമ്മൾ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഏതൊക്കെ തരത്തിലുള്ള ഉന്നമനങ്ങളാണ് ഈ അംഗനവാടികൾ കേന്ദ്രീകരിച്ചും അംഗനവാടികൾ സ്മാർട്ടാക്കാനുള്ള, വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളായാലും തന്നെ ഇതെല്ലാം തന്നെ സ്മാർട്ടാക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഏതൊക്കെ രീതിയിലാണ് വിദ്യാർത്ഥികളെ, കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നടപ്പിലാക്കി വരുന്നത്? അംഗൻവാടികൾക്കെല്ലാം നമ്മൾ അനുകൂല പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുകയും കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അവരുടെ ക്ഷേമത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, മേശ, കസേര തുടങ്ങിയ എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ വിതരണം നടത്തുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഗവൺമെന്റ് സ്കൂളുകൾ ഇല്ലാതെ നായരമ്പലം പഞ്ചായത്തില് എയ്ഡഡ് സ്കൂളുകളാണ് ഉള്ളത്. അപ്പോൾ ആ മാനേജ്മെന്റുമായി സഹകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ, ഈ കുട്ടികളടക്കം മുതിർന്ന ആളുകൾ ഉൾപ്പെടെ ഇന്ന് പ്രധാനമായും നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിൽ ഈ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെടുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് ഈ എറണാകുളം പോലുള്ള വലിയൊരു നഗരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ അടക്കം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ ഈ ലഹരി വിരുദ്ധ പദ്ധതികൾ, പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് കുട്ടികളുടെ ഇടയിൽ അടക്കം തന്നെ പ്രാവർത്തികമാക്കി വരുന്നത്? നമ്മൾ സ്കൂളുകളിൽ ജാഗ്രതാ സമിതി കൂടുകയും വാർഡുകളിൽ ജാഗ്രതാ സമിതി കൂടുകയും എക്സൈസിനെയും പോലീസിന്റെയും സഹായത്തോടു കൂടി അവർക്ക് ക്ലാസ് എടുക്കുകയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിൽ അവർക്ക് ക്ലാസ് എടുക്കാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോ നമ്മൾ ഇന്നലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇന്നലെ ഒരു സംഘടന രൂപീകരിച്ച് അതിനെതിരെ അവർക്ക് ബോധവൽക്കരണവും കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികളെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ കുട്ടികളുടെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ മുതിർന്ന ആളുകൾ, അതായത് ഈ വീടുകളിൽ അടക്കം തന്നെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവരെ എല്ലാവരെയും ബോധവൽക്കരിക്കാം. നമ്മൾ ആദ്യം വീടുകളിൽ നിന്നാണല്ലോ ലഹരിക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങേണ്ടത്. അപ്പോ അവിടെ തന്നെ ഓരോ വാർഡുകളിലും ഞാനിപ്പോ പറയുന്നത് പോലെ തന്നെ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ 25 വീട്, 50 വീടുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള എന്തൊരു പ്രശ്നം വന്നാലും അത് അവരെ അറിയിക്കുകയും
നമ്മള് എല്ലാവരും കൂടി കൂട്ടായി അത് എക്സൈസിനെയും പോലീസുകാരെയൊക്കെ ബന്ധപ്പെട്ട് അതിന് പരിഹാരം കാണാറുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കായി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്? ഇവർക്ക് ഉപകരണങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അതെ, തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കലോത്സവം വെക്കാറുണ്ട്. അവർക്ക് ഇതുപോലെ തന്നെ ഉപകരണങ്ങൾ നൽകാറുണ്ട്. ഓരോ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ വെച്ചിട്ട് അവർക്ക് എന്താണ് ആവശ്യം, ഹിയറിംഗ് എയ്ഡോ, കാല് പോയവരുടെ കാല്, വീൽ ചെയർ, അങ്ങനെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ അതിനെല്ലാത്തിനും ഫണ്ട് വെച്ച് അതെല്ലാം നമ്മൾ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഭിന്നശേഷിക്കാർക്ക് കലോത്സവം വെച്ച് രാവിലെ തുടങ്ങി വൈകിട്ട് വരെയുള്ള ഒരു ദിവസത്തെ നല്ലൊരു പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് തന്നെ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ജില്ലാ കളക്ടർ ജില്ലാ ഉമേഷ് സാറാണ് വന്നത്. പിന്നെ നമ്മളിവിടെ ഒരു കരുണ സ്പെഷ്യൽ സ്കൂൾ ഉണ്ട്. ആ സ്കൂളിലുള്ള കുട്ടികളാണെങ്കിലും നാഷണൽ ലെവൽ വരെ പോയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികളെ എല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മൾ നടത്തി കൊണ്ടുപോവുകയാണ് എപ്പോഴും. അപ്പോ എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ തന്നെയാണ് പഞ്ചായത്ത് ഉള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഈ വിദ്യാർത്ഥികളെ ഈ കുട്ടികളെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ തന്നെ ഈ കുട്ടികൾ പ്രധാനമായും ലഹരിയിൽ ഉൾപ്പെടെ വീണു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കുട്ടികൾക്ക് ആവശ്യമായ കളിസ്ഥലങ്ങൾ അടക്കം ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എല്ലാവരും നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കളിസ്ഥലങ്ങളെല്ലാം അനുവദിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ടോ? നമുക്ക് ഇവിടെ ഒരു നായരമ്പലത്ത് പഞ്ചായത്ത് ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ നേരെ റോട്ടിൽ തന്നെയാണ്. നമ്മുടെ കൊച്ചമ്പലം ഭാഗത്ത് നിന്ന് നേരെ കിഴക്കോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു പഞ്ചായത്ത് ഗ്രൗണ്ട്, നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടാണ് നമുക്ക് അവിടെ ഉള്ളത്. അവിടെ ഒരു അക്കാഡമി, അതിൽ തന്നെ രാവിലെ തുടങ്ങി പിള്ളേർക്ക് കളിക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും കുട്ടികളെല്ലാവരും തന്നെ, കുട്ടികൾ മാത്രമല്ല വലിയവരും ഉൾപ്പെടെ എല്ലാവരും അവിടെ വന്ന് കളിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. വൈപ്പിങ്ങരെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്താണ് നമ്മുടെ നായരമ്പലം പഞ്ചായത്ത് ഗ്രൗണ്ട്. തീർച്ചയായും ഈ യുവജനതയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് ഇവർക്കായിട്ടുള്ള തൊഴിൽ സംരംഭം അടക്കം ഈ സ്ത്രീകൾക്കാണെങ്കിലും തന്നെ ഈ യുവാക്കൾക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ഈ തൊഴിൽ സംരംഭങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? നമ്മൾ തൊഴിൽ സംരംഭങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഏജൻസികളെ കണ്ട് റിക്രൂട്ട്മെന്റ് ഇവിടെ നമ്മൾ പഞ്ചായത്തിൽ നടത്താറുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ സംഘടനക്കാരായി വന്നിട്ട് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞ് എറണാകുളത്ത് ട്രെയിനിങ് കൊടുത്ത് കുറെ പ്ലേസ്മെന്റ് നമ്മൾ അങ്ങനെ ഓരോ ഏജൻസികളെയും കണ്ടുപിടിച്ച് പഞ്ചായത്തും അവരുമായി സംഘടിച്ച് നമ്മൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾ നടപ്പിലാക്കി കൊണ്ടുവരികയാണ്. പ്രധാനമായും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കടൽവെള്ളം കയറുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? കായലോര പ്രദേശത്ത് ഇതുപോലെ ഞങ്ങൾക്ക് വെള്ളം കയറുന്നുണ്ട്. ജൈവ വൈപ്പിംഗ് പദ്ധതി പ്രകാരം നമുക്ക് പകുതി സ്ഥലത്ത് നമുക്ക് സംരക്ഷണ ഭിത്തി കെട്ടിത്തന്നിട്ടുണ്ടെങ്കിലും അത് ആൾതാമസം കുറവുള്ള സ്ഥലത്താണ് ആ സംരക്ഷണ ഭിത്തി ഉള്ളത്. അപ്പൊ നമുക്കിപ്പോ ഏറ്റവും അതും ഇതുപോലെ തന്നെ ജൈവ വൈപ്പിൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനവാസം കൂടുതലുള്ള സ്ഥലത്ത് കൂടി ആ ഒരു പദ്ധതി നടപ്പിലാക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം. അതുപോലെ തന്നെ പടിഞ്ഞാറ് കടലിലുള്ള കയറുന്നതിന് വേണ്ടിയിട്ട് ചെല്ലാനം മോഡലിൽ ടെട്രോപാഡ് സ്ഥാപിച്ചു തരിക. ഇതെല്ലാം തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് അഭിപ്രായപ്പെടുകയാണ്. ഒപ്പം തന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഗ്യാസ് ക്രിമിറ്റോറിയം തുടങ്ങിയിട്ടുള്ള വലിയൊരു പദ്ധതിയിലേക്ക്, ഒരു ആശയത്തിലേക്ക് എത്താനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മള് ഗ്യാസ് ഫർണസിന്റെ പണികൾ പൂർത്തീകരിച്ചു. ഗ്യാസ് ഫർണസിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ അത് പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. നമ്മള് കൊടുങ്ങാശ്ശേരി ഷോപ്പിംഗ് കോംപ്ലക്സ് അതിന്റെ കുറച്ച് പേപ്പറുകൾക്കും കൂടി ക്ലിയർ ചെയ്തിട്ട് ഈ ആഴ്ച തന്നെ അതിന്റെ ശിലാസ്ഥാപനം നടത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും. ഒപ്പം തന്നെ ഇന്ന് ലോക വനിതാ ദിനമാണ്. ഈ ഒരു വനിതാ ദിനത്തിൽ എന്ത് സന്ദേശമാണ് സ്ത്രീകൾക്കടക്കം നൽകാനുള്ളത്? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് മുന്നോട്ട് വെക്കാനാവുക? സ്ത്രീകളുടെ ഉന്നമനത്തിനായി എന്തൊക്കെ നമുക്ക് ചെയ്യാനാകും? അവർക്കായിട്ടുള്ള ഒരു നല്ലൊരു സന്ദേശം പങ്കുവയ്ക്കാമോ? സ്ത്രീ, അമ്മ, ഭാര്യ, സഹോദരി, മകൾ എന്നീ വിവിധ നിലകളിൽ നിന്നുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട്
അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വരേണ്ടവളാണ്. കലാ കായിക സാംസ്കാരിക മേഖലകളിൽ അവൾ വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ടതും അതുപോലെ പൊതുസമൂഹത്തിനും നാടിനെയും സേവിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നേതൃത്വ നിരയിലേക്ക് വളരേണ്ടതാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ പ്രവർത്തനങ്ങളെല്ലാം ഊന്നൽ നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. നിലവിൽ ഈ പഞ്ചായത്ത് ഈ സ്ത്രീ ശാക്തീകരണത്തിനും ഈ കുടുംബശ്രീയുടെ ഭാഗമായും എല്ലാം തന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും തന്നെ പഞ്ചായത്ത് ഫുൾ സപ്പോർട്ടാണ്. എല്ലാ രീതിയിലും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ ഓരോരോ സംഘങ്ങൾ രൂപീകരിച്ചു. ഇതിലെല്ലാം തന്നെ ഈ തൊഴിലുറപ്പിന്റെ പ്രാമുഖ്യം ഉണ്ടാകും അല്ലേ? ക്ഷമിക്കണം, ഈ കുടുംബശ്രീയുടെ എല്ലാം തന്നെ ഈ ഒരു പ്രാമുഖ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും കുടുംബശ്രീ വനിതകളാണല്ലോ ഏറ്റവും കൂടുതൽ അതിന് വനിതകൾക്കാണ് ഈ ലഹരിക്ക് വേണ്ടി ഏറ്റവും അവരാണ് അതിന് എന്താ പറഞ്ഞ വിധിക്കപ്പെട്ടത്. കാരണം അതിന്റെ എല്ലാ എഫക്റ്റും ദൂഷ്യവശങ്ങൾക്കും ആഫ്റ്റർ എഫക്റ്റ് മുഴുവനും വരുന്നത് സ്ത്രീകൾക്കാണ്. കാരണം ഭർത്താക്കന്മാരായാലും മക്കളായാലും മദ്യത്തിന് അടിമപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും അതിനെതിരെ പ്രവർത്തിക്കേണ്ടതും സ്ത്രീകളാണ്. അപ്പൊ അതിനുവേണ്ടി അവരത് മുന്നോട്ട് വരാറുണ്ട്. തീർച്ചയായും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അടക്കം തന്നെ കാണുന്നത് പോലെ സാക്ഷരതാ മിഷൻ എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അതിലേക്കുള്ള ഈ മുഴുവൻ 100% സാക്ഷരത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു പഞ്ചായത്തിൽ? തീർച്ചയായിട്ടും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മുൻകൈയെടുത്ത എല്ലാ കാര്യങ്ങളും പ്രേരകന്മാരായിട്ടാണെങ്കിൽ 2 പേരുണ്ട്. അപ്പൊ അവരെല്ലാവരും തന്നെ വാർഡുകളിൽ ഇറങ്ങി നമ്മൾ എല്ലാവർക്കും വേണ്ടുന്ന വിദ്യാഭ്യാസം കൃത്യമായി നമ്മൾ അതിന് പ്രൊജക്ട് വെച്ച് 10ാം ക്ലാസ്സും +2 എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി. കാരണം പലർക്കും 10ാം ക്ലാസ് പരീക്ഷ എഴുതി തോറ്റിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തന്നെ പദ്ധതി വെച്ച് അവരെ 10 ക്ലാസ് പരീക്ഷ അതിനുവേണ്ടി ക്ലാസ് കൊടുക്കുകയും ഫ്രീ ആയിട്ട് തന്നെ അതിന് ക്ലാസ് കൊടുക്കുകയും അവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കുകയും അതുപോലെ തന്നെ +1 +2 ആഴ്ചയിൽ 2 ദിവസം വീതം ക്ലാസ് കൊടുത്ത് അവരെ കൊണ്ട് പരീക്ഷ എഴുതിച്ച് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ കുട്ടികളുടെ ഹരിതസഭ ഈ വിഭിന്നമായ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വിഭിന്നമായി നിരവധിയായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നു. ഈ കുട്ടികളുടെ ഹരിതസഭയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നമുക്കത് കുട്ടികൾ എല്ലാ സ്കൂളുകളിലും ഹരിതസഭ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പഞ്ചായത്തിൽ വിളിച്ചു വെച്ച് കുട്ടികളുടെ കഴിവുകൾ ഹരിതസഭയിൽ നമുക്ക് അവർക്ക് വേണ്ടി അവർ എന്തൊക്കെയാണ് അവരുടെ പ്രോജക്റ്റുകൾ നമ്മൾ കാണിച്ചു തരികയും നല്ല രീതിയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഓരോ തീമുകൾ അവരവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ സ്കൂളുകളും നല്ല രീതിയിൽ തന്നെ അവരുടെ സ്കൂളുകളിൽ ഹരിതാഭമാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അവർ പ്രവർത്തിച്ചു വരുന്നതാണ്. തീർച്ചയായും മികവുറ്റ പ്രവർത്തനങ്ങളാണ് നായരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനി മികച്ച പ്രവർത്തനങ്ങളിൽ തന്നെ എല്ലാം തന്നെ നടപ്പിലാക്കി വരട്ടെ. ഈ തീരദേശ മേഖലയിലുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നടപ്പിലാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ നായരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദാണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ഈ ഒരു ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ പഞ്ചായത്ത് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.